കൊടുങ്ങല്ലൂരിൽ വ്യാപാര സ്ഥാപനത്തിൽ പരിശോധനയ്ക്കെത്തിയ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറെ തടഞ്ഞ കേസിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ 3 പേരെ കോടതി ശിക്ഷിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 80 ലക്ഷത്തിന്റെ കാരുണ്യ ലോട്ടറി അടിച്ചത് കാടുകുറ്റി സ്വദേശിക്ക്. ക്ഷീരകർഷകനായ കാടുകുറ്റി വലിയ മരത്തിങ്കൽ ജോസഫ് അഗസ്റ്റിൻ പിൻ ഹീറോക്കാണ് കാരുണ്യ ലോട്ടറിയുടെ 1ാം സമ്മാനം തേടിയെത്തിയത്. എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് രക്ഷപ്പെടുത്തി. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ ഇൻബോർഡ് വെള്ളത്തിലെ മത്സ്യത്തൊഴിലാളികളെയാണ് കരയിലെത്തിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊടുങ്ങല്ലൂരിൽ വ്യാപാര സ്ഥാപനത്തിൽ പരിശോധനയ്ക്കെത്തിയ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറെ തടഞ്ഞ കേസിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ 3 പേരെ കോടതി ശിക്ഷിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, കൊടുങ്ങല്ലൂരിലെ ഗിഫ്റ്റ് ഹൗസ് ഉടമ സലിൽ, മാനേജർ അനൂപ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചത്. വിനോദ് കുമാറിന് 6 മാസം തടവും സലിൽ, അനൂപ് എന്നിവർക്ക് 3 മാസം തടവും 5000 രൂപ പിഴയുമാണ് ശിക്ഷ. തുടർന്ന് 3 പേർക്കും കോടതി ജാമ്യവും അപ്പീൽ സമർപ്പിക്കാൻ 1 മാസത്തെ കാലാവധിയും അനുവദിച്ചു. 2016 ഒക്ടോബർ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കൊടുങ്ങല്ലൂർ വടക്കേനടയിലുള്ള ഗിഫ്റ്റ് ഹൗസ് എന്ന സ്ഥാപനത്തിൽ മുൻകൂർ നോട്ടീസില്ലാതെ പരിശോധന നടത്താനെത്തിയ ഉദ്യോഗസ്ഥരെയാണ് വ്യാപാരികൾ തടഞ്ഞത്. സർക്കാരിന് വേണ്ടി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ജെയിംസ് കാരണത്ത് ഹാജരായി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സംസ്ഥാന സർക്കാരിന്റെ 80 ലക്ഷത്തിന്റെ കാരുണ്യ ലോട്ടറി അടിച്ചത് കാടുകുറ്റി സ്വദേശിക്ക്. ക്ഷീരകർഷകനായ കാടുകുറ്റി വലിയ മരത്തിങ്കൽ ജോസഫ് അഗസ്റ്റിൻ പിൻഹീറോക്കാണ് കാരുണ്യ ലോട്ടറിയുടെ 1ാം സമ്മാനം തേടിയെത്തിയത്. ജോസഫ് എടുത്ത 3 ടിക്കറ്റുകളിൽ KF 947440 എന്ന സീരിയൽ നമ്പറിലാണ് ബമ്പറടിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് ജോസഫ് 3 ഭാഗ്യക്കുറികൾ എടുത്തത്. അന്നമനട ഫ്രണ്ട്സ് ലക്കി സ്റ്റാർ ലോട്ടറി ഏജൻസിയിൽ നിന്നും ടിക്കറ്റ് എടുത്ത് വിൽപ്പന നടത്തുന്ന റെയ്മണ്ടിൽ നിന്നാണ് ജോസഫ് ഭാഗ്യക്കുറി വാങ്ങിയത്. ശനിയാഴ്ച വൈകിട്ടാണ് ലോട്ടറി നറുക്കെടുപ്പ് നടന്നത്. ജോസഫ് എടുത്ത ടിക്കറ്റുകളിൽ KF 947440 എന്ന സീരിയൽ നമ്പറിലാണ് ബമ്പർ അടിച്ചത്. വർഷങ്ങളായി സ്ഥിരം ലോട്ടറി എടുക്കാറുണ്ടെന്ന് ജോസഫ് പറയുന്നു. ഞാൻ ഒരു ക്ഷീരകർഷകനാണ്. ആദ്യം ഞാൻ ഗുജറാത്തിൽ ജോലി ചെയ്ത്, സൂറത്തിൽ 22 വർഷം ജോലി ചെയ്ത്, അവിടെ നിന്ന് ജോലിയൊന്നും ഇല്ലാതെ കഷ്ടപ്പെട്ട് ലാസ്റ്റ് അവിടെ കമ്പനിയൊക്കെ പൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് പശു വളർത്തൽ തുടങ്ങി. അതൊക്കെ നടത്തിക്കൊണ്ടിരുന്ന് 5-8 പശുവിനൊക്കെ വളർത്തി. ഇപ്പോൾ വയ്യാത്തതുകൊണ്ട് എല്ലാം നിർത്തി. കൈയൊക്കെ വിരലൊക്കെ നെഗരൊക്കെ പഴുത്ത് ഇതായിക്കൊണ്ട് ഇപ്പോൾ ഞാൻ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുന്നു. 1000-1500 രൂപയുടെ ടിക്കറ്റിന് എല്ലാ ദിവസവും കൊടുക്കാറുണ്ട്. പക്ഷേ ഭാഗ്യത്തിന് ദൈവം കടാക്ഷിച്ച് ഇന്നലത്തെ ടിക്കറ്റിന് എനിക്ക് കിട്ടിയതിന് കൂടി നാലും ദൈവത്തോട് പറഞ്ഞു. ക്ഷീരകർഷകനായിരുന്ന 73 വയസ്സുള്ള ജോസഫിന് ഇപ്പോൾ പശു വളർത്തലില്ല. വാർദ്ധക്യ സഹജമായ പല അസുഖങ്ങൾ മൂലം ഒരു തൊഴിലിനും പോകുന്നില്ല. ഭാര്യയ്ക്കും ജോസഫിനും ലഭിക്കുന്ന പെൻഷൻ തുക കൊണ്ടാണ് ജീവിക്കുന്നത്. ലോട്ടറി തുക കൊണ്ട് കടങ്ങൾ വീട്ടണം. പേരക്കിടാവിൻ്റെ പഠനാവശ്യത്തിന് പണം നൽകണം. ഇതൊക്കെയാണ് ജോസഫിൻ്റെ ആഗ്രഹം. 2 പെൺമക്കളെയും വിവാഹം കഴിച്ചയച്ചു. ഭാര്യയും ജോസഫുമാണ് വീട്ടിൽ താമസം. ടിക്കറ്റ് കാടുകുറ്റി SBI ബ്രാഞ്ചിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അന്നമനട കുമ്പിടി നാൽപ്പാടൻ സാനി 7 വർഷമായി അന്നമനടയിൽ ലോട്ടറി ഏജൻസി ആരംഭിച്ചിട്ട്. ഇത് 3ാം തവണയാണ് 1ാം സമ്മാനം അടിക്കുന്നത്. ഫ്രണ്ട്സ് ലക്കി സ്റ്റാർ ലോട്ടറിയുടെ 3ാമത്തെ ഫസ്റ്റ് പ്രൈസാണ്. റെയ്മണ്ട് എന്ന് പറഞ്ഞ ഏജൻറ്റ് വിറ്റ ടിക്കറ്റിനാണ് ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് 80 ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നത്. ഈ ജോസഫ് എന്ന് പറഞ്ഞ ഈ ചേട്ടനാണ് ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് 80 ലക്ഷം രൂപ കിട്ടിയത്. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഈ ചെറിയ കടയിൽ ഞാൻ ഫ്രണ്ട്സ് ലക്കി സ്റ്റാർ തുടങ്ങിയിട്ട് ഇപ്പോൾ 7ാമത്തെ വർഷമാണ്. അതിൽ 3ാമത്തെ ഫസ്റ്റ് പ്രൈസ് ആണ് ഇന്ന് ഈ ചേട്ടനെ കിട്ടിയത്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് രക്ഷപ്പെടുത്തി. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ ശ്രീ വരുണൻ എന്ന ഇൻബോർഡ് വെള്ളത്തിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെയാണ് ഫിഷറീസ് വകുപ്പ് കരയിലെത്തിച്ചത്.
കടലിൽ 5 നോട്ടിക്കൽ മൈൽ അകലെ കാരാഭാഗത്ത് എഞ്ചിൻ നിലച്ചുപോയ വലപ്പാട് സ്വദേശി പള്ളത്ത് മനുകുമാർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ശ്രീ വരുണൻ എന്ന ഇൻബോർഡ് വള്ളവും വലപ്പാട് സ്വദേശികളായ 50 മത്സ്യത്തൊഴിലാളികളെയുമാണ് ഫിഷറീസ് രക്ഷാപ്രവർത്തനം നടത്തി കരയിൽ എത്തിച്ചത്. മറൈൻ എൻഫോഴ്സ്മെന്റ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VM ഷൈബു, പ്രശാന്ത് കുമാർ, ഷിനിൽ കുമാർ, റെസ്ക്യൂ ഗാർഡുമാരായ പ്രമോദ്, റഫീഖ്, ബ്രോഡ്സ്ട്രാങ്ക്, ദേവസി എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മത്സ്യബന്ധനയാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന മത്സ്യബന്ധനയാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുകൊണ്ടും കടലിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഈ ആഴ്ചയിൽ തന്നെ 4ാമത്തെ യാനമാണ് ഇത്തരത്തിൽ കടലിൽ അകപ്പെടുന്നത്. ജില്ലയിലെ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ 2 ബോട്ടുകൾ ചേറ്റുവയിലും അഴീക്കോടും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KV സുഗന്ധകുമാരി അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. ശാഖാ ഓഫീസും ഗുരുദേവ ചിത്രവും ആക്രമിക്കപ്പെട്ടതിൽ കൊടുങ്ങല്ലൂർ SNDP യൂണിയൻ പ്രതിഷേധിച്ചു. SNDP യോഗം കൊടുങ്ങല്ലൂർ യൂണിയനിലെ 2055 നമ്പർ നാരായണമംഗലം ശാഖയും ഗുരുദേവ ചിത്രവുമാണ് ആക്രമിക്കപ്പെട്ടത്. ഓഫീസിൽ സ്ഥാപിച്ച ഗുരുദേവ ചിത്രം താഴെയിട്ട് പൊട്ടിച്ച നിലയിലും ഓഫീസ് ജനൽ ചില്ലുകൾ തല്ലിപ്പൊട്ടിച്ച നിലയിലുമാണ് കാണപ്പെട്ടത്. സംഭവത്തിൽ കൊടുങ്ങല്ലൂർ യൂണിയൻ ശക്തമായി പ്രതിഷേധിച്ചു. ഗുരുദേവ ചിത്രം നശിപ്പിക്കുകയും ജനൽ ചില്ലുകൾ തകർക്കുകയും ചെയ്ത സാമൂഹ്യദ്രോഹികളെ കണ്ടെത്തി അവർക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്നും യൂണിയൻ പോലീസ് അധികാരികളോട് ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തു വരുമെന്നും യൂണിയൻ മുന്നറിയിപ്പ് നൽകി. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ PK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PK പ്രസന്നൻ, കമ്മിറ്റി അംഗങ്ങളായ ഡിൽഷൻ കൊട്ടേക്കാട്ട്, MK തിലകൻ, KD വിക്രമാദിത്യൻ, ദിനിൽ മാധവ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLAയുടെ വിദ്യാഭ്യാസ പ്രതിഭാ പുരസ്കാര സമർപ്പണം മികവ് 2024 നടന്നു. മാള കാർമൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കൃഷി വകുപ്പ് മന്ത്രി P ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. MLA VR സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സിനിമാ സംവിധായകൻ MA നിഷാദ്, സിനി ആർട്ടിസ്റ്റ് പ്രാർത്ഥന സന്ദീപ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സംസ്ഥാന സംഗീത നാടക അക്കാദമിയുടെ മികച്ച പശ്ചാത്തല സംഗീത പുരസ്കാരം നേടിയ അനിൽ മാളയെ ചടങ്ങിൽ ആദരിച്ചു. SSLC, +2, CBSE, ICSE പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+, A1 എന്നിവ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ സ്കൂളുകളെയും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർമാൻ TK ഗീത, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ശാന്റി ജോസഫ്, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, KV വസന്തകുമാർ, കാർമൽ കോളേജ് പ്രിൻസിപ്പൽ റിനി റാഫേൽ, AEO KK സുരേഷ് എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. പൊയ്യ മണ്ഡലം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. SSLC, +2 പരീക്ഷകളിലും പ്രൊഫഷണൽ മേഖലകളിലും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബൈജു കണ്ടപ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് മുഖ്യാതിഥിയായി. മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PD ജോസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഖിൽ മാർട്ടിൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇഖ്ബാൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വക്കച്ചൻ അമ്പൂക്കൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK കുട്ടൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സൗമ്യ രഞ്ജിത്ത്, വർഗീസ് കാഞ്ഞൂത്തറ, ജോളി സജീവ്, റീന സേവ്യർ, സാബു കൈതാരൻ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളായ CJ ബേബി, തോമസ് കല്ലറക്കൽ, സജീവൻ കുന്നപ്പിള്ളി, ഷാജി VN, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ വിപിൻ ജോസഫ് പഞ്ഞിക്കാരൻ, ചന്തു പള്ളിയിൽ, ആൽബിൻ ചക്കാലക്കൽ എന്നിവർ നേതൃത്വം നൽകി. KPMS മാള യൂണിയൻ പഞ്ചമി കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരണവും ആദരവ് ചടങ്ങും നടന്നു. മാള വ്യാപാര ഭവൻ ഹാളിൽ നടന്ന യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം ബിന്ദു ഷിബു ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് VK ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം TK സുബ്രൻ സന്ദേശം നൽകി. പഞ്ചമി സംസ്ഥാന വൈസ് ചെയർമാൻ പഞ്ചമി ക്ലാസ് നയിച്ചു.
NK പ്രേമവാസൻ, ജനീഷ് കുറ്റിപ്പറമ്പത്ത്, KV രതീഷ് എന്നിവർ സംസാരിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക സംവാദം സംഘടിപ്പിച്ചു. 2024 ജനവിധിയുടെ അർത്ഥാന്തരങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്, BJP സംസ്ഥാന കമ്മിറ്റി അംഗം പ്രിൻഡു മഹാദേവ്, ആഗ്നേയ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ്, M സുൽഫത്ത് എന്നിവർ സംവദിച്ചു. ഈ തെരഞ്ഞെടുപ്പ് ഒരു മാജിക്കൽ തെരഞ്ഞെടുപ്പാണ്. ജയിച്ചവർ തോറ്റെന്നും തോറ്റവർ ജയിച്ചെന്നും തോന്നുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ജൂൺ 4 മുമ്പ് വരെ നരേന്ദ്രമോദി 400 പാർ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യ ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്നു എന്നൊരു സന്ദേശം തരികയുണ്ടായി. പക്ഷേ ജൂൺ 4 ഫലം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ക്യാമ്പാണ് ഏറ്റവും അധികം ഡിപ്രസ്ഡ് ആയിട്ടുള്ളത്. മോദിയുടെ ക്യാമ്പാണ് ഏറ്റവും അധികം ഡിപ്രസ്ഡ് ആയിട്ടുള്ളത്. നമുക്ക് ഓർമ്മയുണ്ടാവും, അദ്ദേഹം വരുന്ന ആ രംഗം ദയനീയമായിരുന്നു. ചത്ത വീട് പോലെയായിരുന്നു BJPയുടെ വിജയ ആഘോഷം. കാരണം 400 പാറിൻ്റെ അയൽപക്കത്ത് പോലും എത്താൻ കഴിഞ്ഞില്ല. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായില്ല. മാധവൻ പുറച്ചേരി, ഫാദർ ജോൺ കവലക്കാട്ട്, ബാബു P തോമസ്, ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ, KC ഹരിദാസ്, ചന്ദ്രൻ മനവളപ്പിൽ, MA ബാബു, PT വിൽസൺ, KC ജയൻ, VK ചന്ദ്രൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. മാധ്യമപ്രവർത്തകനായ N പത്മനാഭൻ മോഡറേറ്ററായിരുന്നു. ആൽഫ പാലിയേറ്റീവ് കെയർ മാള ലിങ്ക് സെൻ്ററിൻ്റെയും നേത്ര ഐ കെയറിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാള ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെൻ്ററിൽ നടന്ന ക്യാമ്പ് നിപ്മർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ C ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. പിന്നീടാണ് ഇപ്പോൾ മോഡിയൊക്കെ വന്ന് പിടിച്ചത്. അദ്ദേഹം ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സമ്പൂർണ്ണ ശുചിത്വം കൈവരിച്ച മാള പഞ്ചായത്തിൻ്റെ പേരിലാണ്. അതെനിക്ക് ഭയങ്കര, ഞാനത് ഒരുപാട് പ്രസൻറ്റേഷനിൽ അത് ശുചിത്വം ഗാന്ധിജി കഴിഞ്ഞാൽ ഗാന്ധിജി പിന്നെ അത് പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് എടുത്തിരുന്നില്ല. പക്ഷേ അവർ എസെൻഷ്യലായിട്ടുള്ള കാര്യമാണ് ശുചിത്വത്തെ കണ്ടത്. ശുചിത്വം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഗാന്ധിജി കണ്ടത്. ഇതൊരു പൊളിറ്റിക്കൽ അജണ്ട. കേരളം തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായി 100% വീടുകളിലും കക്കൂസ് ഉണ്ടാക്കിയ സ്റ്റോഫൊക്കെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ്. അങ്ങനെ ആ ഒരു പ്രവർത്തനം അത് പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് തന്നെ കൊണ്ടുവന്നതാണ്. അങ്ങനെ ആ ഒരു അടുപ്പം ഇത് ഇപ്പോഴും നമുക്ക് നിലനിർത്തുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന നിലയിലാണ്. നമ്മുടെ ബ്ലോക്ക് ഏരിയയിലൊരു സ്ഥാപനമാണ്. അവിടെ ഇപ്പോൾ എല്ലാത്തരം തെറാപ്പി സൗകര്യങ്ങൾ, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി. ലിങ്ക് സെൻ്റർ പ്രസിഡന്റ് ഡോക്ടർ രാജു വർഗീസ് പേരെപ്പാടൻ അധ്യക്ഷത വഹിച്ചു. A അഷ്റഫ്, ഇന്ദിര ശിവരാമൻ, നിസ അഷ്റഫ്, ഡോക്ടർ രമ്യ, KK ഉണ്ണികൃഷ്ണൻ, അഷ്റഫ് വെളുത്തേരി, ജോർജ് പള്ളിപ്പാട്ട്, ലിസി പയ്യപ്പിള്ളി എന്നിവർ സംസാരിച്ചു. 200ഓളം ആളുകൾ ക്യാമ്പിൽ ചികിത്സ തേടി. മേത്തല എടമുക്ക് സഫ ചാരിറ്റബിൾ ട്രസ്റ്റും ലാരിബ പലിശരഹിത സംരംഭവും സംയുക്തമായി ആദരവ് തിളക്കം 2024 പരിപാടി സംഘടിപ്പിച്ചു. പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ ബക്കർ മേത്തല ഉദ്ഘാടനം ചെയ്തു. SSLC മുതൽ പ്രൊഫഷണൽ കോഴ്സുകൾ വരെയുള്ള പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും 70 വയസ്സ് പിന്നിട്ട പ്രദേശത്തെ 15ഓളം അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. സഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ TA അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. പ്രഗത്ഭ മോട്ടിവേറ്റർ NM ഹുസൈൻ വിദ്യാഭ്യാസവും ഭാവിയും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. വാർഡ് മെമ്പർ രവീന്ദ്രൻ നടുമുറി മുഖ്യാതിഥിയായിരുന്നു. ട്രസ്റ്റ് നൽകുന്ന മാനവ സേവാ ജീവകാരുണ്യ പ്രത്യേക പുരസ്കാരം എഞ്ചിനീയർ അബ്ദുള്ള എറമംഗലത്ത്, TA അബ്ദുൽ ഖാദർ എന്നിവർക്ക് നൽകി ആദരിച്ചു. അവാർഡ് ജേതാക്കൾ മറുപടി പ്രസംഗം നടത്തി. AA ഷംസു അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. സയ്യിദ് എറമംഗലത്ത്, PK മുഹമ്മദ് റഷീദ് എന്നിവർ സംസാരിച്ചു. വെമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു. വെമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പത്താഴക്കാട് ബ്രാഞ്ച് ഹാളിൽ നടന്ന പരിപാടി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് അഷ്റഫ് കാട്ടകത്ത് അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KA അയ്യൂബ്, PA നൌഷാദ്, പഞ്ചായത്ത് അംഗങ്ങളായ PA ഇബ്രാഹിംകുട്ടി, സൗദ നാസർ, സെറീന സഗീർ, വൈസ് പ്രസിഡന്റ് KK സത്യനാരായണൻ, സെക്രട്ടറി KM മീര എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
കൊടുങ്ങല്ലൂരിൽ വ്യാപാര സ്ഥാപനത്തിൽ പരിശോധനയ്ക്കെത്തിയ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറെ തടഞ്ഞ കേസിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ 3 പേരെ കോടതി ശിക്ഷിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 80 ലക്ഷത്തിന്റെ കാരുണ്യ ലോട്ടറി അടിച്ചത് കാടുകുറ്റി സ്വദേശിക്ക്. ക്ഷീരകർഷകനായ കാടുകുറ്റി വലിയ മരത്തിങ്കൽ ജോസഫ് അഗസ്റ്റിൻ പിൻ ഹീറോക്കാണ് കാരുണ്യ ലോട്ടറിയുടെ 1ാം സമ്മാനം തേടിയെത്തിയത്. എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് രക്ഷപ്പെടുത്തി. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ ഇൻബോർഡ് വെള്ളത്തിലെ മത്സ്യത്തൊഴിലാളികളെയാണ് കരയിലെത്തിച്ചത്. ന്യൂസ് റൗണ്ടപ്പ് പൂർണ്ണമാകുന്നു. നമസ്കാരം.